ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന പൊന്മുടിയിലേക്കുള്ള യാത്രയാണ്. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. എല്ലാ കൂട്ടുകാരും റെയിൻബോ പ്ലാനർ എന്ന എൻ്റെ ഈ കുഞ്ഞു ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഫുള്ളും കണ്ട് നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലേക്ക് കിടക്കാം. പൊന്മുടി യാത്ര എനിക്ക് എപ്പോഴും സന്തോഷം തരുന്ന ഒന്നാണ്. പൊന്മുടി എന്നല്ല, അത് മൂന്നാറായാലും വാഗമണായാലും ഈ പ്രകൃതിദത്തമായ സ്ഥലങ്ങളെല്ലാം കാണാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. കാരണം അവിടെയുള്ള പച്ചപ്പും ഓരോ തേയിലത്തോട്ടമായിരുന്നാലും റബ്ബർ തോട്ടങ്ങളായിരുന്നാലും ചെടികളും ഇതെല്ലാം എനിക്ക് കണ്ടിരിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് ഇതുപോലുള്ള യാത്രകളും എനിക്ക് ഒരുപാട് ഇഷ്ടം തരുന്ന ഒന്നാണ്. ഇത് പോകുന്ന വഴിയിലെ വഴിയിടം എന്ന് പറയുന്ന ഒരു പബ്ലിക് ടോയ്ലറ്റാണ് കേട്ടോ. അപ്പോൾ വളരെ നീറ്റ് ആൻഡ് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഒരിക്കലും ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നീറ്റായിട്ടുള്ള ബാത്റൂമും അവിടെ ചെടികളായിരുന്നാലും അവർ ബാത്റൂം വെച്ചിരിക്കുന്ന രീതിയും നല്ല നീറ്റായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് ഇതിലെ കാണിച്ചത് കേട്ടോ. നല്ല ഇതുപോലെ എല്ലാ ആൾക്കാരും എല്ലാവരും ഇതുപോലെ പബ്ലിക് ടോയ്ലറ്റ് നല്ല നീറ്റാക്കി വെക്കണം എന്ന് വെച്ചാൽ ഇത് ഇവരെ കയ്യിൽ കൊടുത്തിരുന്ന ആൾ അവർ നല്ല നീറ്റാക്കി സൂക്ഷിക്കുന്നത് കൊണ്ടാണ് അത് അത്രയും ക്ലിയറായിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ എത്തിയത് എവിടെയാണെന്നറിയാമോ? മീൻമുട്ടിയിലാണ്. അപ്പോൾ മീൻമുട്ടി ഫാൾസ് അടച്ചിട്ടുണ്ടായിരുന്നു. കാരണം ശക്തമായ മഴ ഇടയ്ക്കിടയ്ക്ക് വന്നും പോയി നിൽക്കുന്നതുകൊണ്ട് അവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. 4 ദിവസമായി അവിടെ പൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ അത് നന്നായി എന്ന് എനിക്ക് തോന്നി. എന്തുകൊണ്ട് നന്നായി എന്ന് വെച്ചാൽ ഒത്തിരി പയ്യന്മാരാണ് ഈ ന്യൂ ജനറേഷനിൽ. ഒരുപാട് പയ്യന്മാരുണ്ട് കേട്ടോ, ഒത്തിരി പയ്യന്മാർ. അവർക്കൊക്കെ ഈ കൂട്ടുകാരോടൊപ്പം കൂടുമ്പോൾ അവർ കാണിക്കുന്നത് ചെയ്യുന്നതൊന്നും അവരെ നിയന്ത്രണത്തിലല്ല. അവരെ കുറ്റം പറയാൻ പറ്റില്ല. വൈബെന്ന് പറഞ്ഞ് ഈ അരുവികളിലും പാറകളുടെ ഇടയിലൊക്കെ കാല് വയ്ക്കുമ്പോൾ ഈ മഴ സമയത്ത് കാല് ചെറുക്കി വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ മീൻമുട്ടിയിൽ എനിക്ക് ഇറങ്ങാൻ പറ്റാത്തതിന് എനിക്ക് ഒരു സങ്കടവും ഇല്ല. അത് പൂട്ടിയിരിക്കുന്നത് നല്ലതാണ്. മഴ കഴിഞ്ഞിട്ട് തുറന്നാൽ മതി എന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇടയ്ക്കൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നമ്മൾ നിർത്തി പൈസ 200 രൂപ അടച്ചായിരുന്നു കേട്ടോ. നമുക്ക് 6 പേർക്കും കൂടെ 200 രൂപയായിരുന്നു. അത് അടച്ചു. അങ്ങനെ അത് ചെക്കിങ് ഒക്കെ കഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും പോകുന്നതിനേക്കാളും ഞാൻ ഇത് 4ാമത്തെ തവണയാണ് കേട്ടോ ഈ പൊന്മുടിയിലേക്ക് പോകുന്നത്. എല്ലാ തവണയും പോകുന്നതിനേക്കാളും ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഒരു ദിവസമായിരുന്നു അന്ന്. കാരണം അത്രയും നല്ല കോട ഇറങ്ങിയ സമയമായിരുന്നു. അപ്പോൾ നമ്മൾ വഴിയിൽ നിർത്തിയായിരുന്നു കേട്ടോ ഭക്ഷണം കഴിക്കാനായി. ഇവിടെ നിന്ന് പോയപ്പോൾ ചപ്പാത്തിയും മുട്ടയുമാണ് കൊണ്ടുപോയത്. അത് വഴി വെച്ച് കഴിച്ചു. അപ്പോൾ ഇത് നല്ല ഒതുങ്ങിയ ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെ തന്നെ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ചവറുകളൊന്നും വഴിയിൽ നിക്ഷേപിക്കരുത്, അതിൻ്റേതായ സ്ഥലങ്ങളിൽ തന്നെ നിക്ഷേപിക്കണമെന്ന് വിധിച്ചിട്ടുണ്ട്. അത് എനിക്ക് എന്തുകൊണ്ടും നല്ല കാര്യമാണെന്ന് തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഞാൻ പോയപ്പോൾ പ്ലാസ്റ്റിക്കുകളൊക്കെ അലക്ഷ്യമായി വഴിയരികിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. കാരണം ഈ മലയുടെ മുകളിലൊക്കെ കയറിയപ്പോൾ ഒരുപാട് പ്ലാസ്റ്റിക്കിൽ ഈ പേപ്പർ പ്ലേറ്റ്, കപ്പുകൾ, ഈ ബിങ്കോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് അത് വഴിയിൽ അങ്ങനെ അലക്ഷ്യമായിട്ട് എറിഞ്ഞിരിക്കുന്നതാണ് കണ്ടത്. പക്ഷേ ഇപ്രാവശ്യം ഈ പ്ലാസ്റ്റിക്കുകൾ എടുക്കാൻ വേണ്ടി തന്നെ പ്രത്യേക ആൾക്കാരെ അവിടെ നിയമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും ചവറുകളോ പ്ലാസ്റ്റിക്കുകളോ ഒന്നുമില്ല. എന്ന് വെച്ചാൽ ഇവിടെ കുരങ്ങന്മാരും മറ്റ് വന്യജീവികളും ഉള്ളതാണ്. അപ്പോൾ അവർ ഭക്ഷണം എന്ന് പറഞ്ഞെടുത്ത് കഴിക്കുക, അപകടങ്ങളുണ്ടാവുകയും പ്രകൃതിക്ക് തന്നെ അത് ദോഷമാണ്. അതുകൊണ്ട് അവരത് പ്രത്യേകം ശ്രദ്ധിച്ചു. വളരെ നീറ്റായിരുന്നു. എനിക്കത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞാൻ വീഡിയോ എടുത്തു, പക്ഷേ അപ്ലോഡ് ചെയ്തില്ല. എനിക്ക് വളരെയധികം സങ്കടമായിരുന്നു. പക്ഷേ അത് ഇതുമായിട്ട് കമ്പയർ ചെയ്ത് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചപ്പോഴേക്കും എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് ആ ക്ലിപ്പുകൾ നഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് പൊന്മുടിയിലെ കുറച്ച് വിശേഷങ്ങൾ പറയാം. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു വിനോദസഞ്ചാര മലപ്രദേശമാണ് വിതുര പൊന്മുടി. തിരുവനന്തപുരം ജില്ലയ്ക്ക് 60 കിലോമീറ്റർ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പൊന്മുടി കടൽ നിരപ്പിൽ നിന്നും 1100 മീറ്റർ ഉയരെയാണ്. അറബിക്കടലിന് സമാന്തരമായി പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ പൊന്മുടിയിലെ കാലാവസ്ഥ വർഷത്തിൽ മിക്കവാറും എല്ലാ സമയവും തണുപ്പും മൂടൽമഞ്ഞും ഉള്ളതാണ്. അത് ശരിയായ ഒരു കാര്യമാണ്. നമ്മൾ ഏത് കാലാവസ്ഥയിൽ പോയിരുന്നാലും അവിടെ മഞ്ഞുണ്ടാവും. പക്ഷേ
ചൂടുള്ള സമയത്താണെങ്കിൽ വൈകുന്നേരങ്ങളിലാണ് മഞ്ഞ് കാണാറുള്ളത്. അപ്പോഴും ഞാൻ പോയിട്ടുള്ളതുകൊണ്ട് അതെനിക്ക് നല്ല ഉറപ്പായിട്ട് പറയാം. അതുമാത്രമല്ല, ഈ കുരങ്ങന്മാരുണ്ടല്ലോ, നമ്മുടെ കുരങ്ങന്മാർ അവിടെ ഞാൻ ഈ 3 പ്രാവശ്യം പോയപ്പോൾ ഒത്തിരി കുരങ്ങന്മാരുണ്ടായിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ കണ്ണിൽ വളരെ കുറച്ച് കുരങ്ങന്മാരെ മാത്രമേ കണ്ടുള്ളൂ. അത് മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. പക്ഷെ ഒന്ന് വെച്ച് നോക്കിയാൽ അത് നല്ലതാണ് കേട്ടോ. പൊന്മുടിക്ക് അങ്ങനെ ഒരു പേരുണ്ടാവാൻ കാരണം എന്തെന്ന് 2 ചരിത്രങ്ങൾ പറയുന്നുണ്ട്. അവിടെ കാണിക്കാരായ ആദിവാസികൾ വിശ്വസിക്കുന്നത് മലദൈവങ്ങൾ പൊന്നു സൂക്ഷിക്കുന്ന മല ആയതിനാലാണ് അതിന് പൊന്മുടി എന്നുള്ള പേര് വന്നതെന്നും പിന്നെ വേറൊരു ചരിത്രം കൂടെ പറയുന്നുണ്ട് കേട്ടോ. ബൗദ്ധരും ജൈനരും തങ്ങളുടെ ദേവനെ പൊന്നൈർ ദേവൻ, പൊന്നൈർ ദേവർ, പൊന്നൈർക്കോൺ എന്നും പറഞ്ഞ് അത് പൊന്മുടി എന്നായെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരു സ്ഥലമാണ് പൊന്മുടി. നമ്മുടെ കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന പൊന്മുടി. അപ്പോൾ ഇതിന് മുമ്പേ ഇതിനെക്കുറിച്ചൊരു ചരിത്രം എനിക്കറിയില്ല. അപ്പോൾ പണ്ടൊക്കെ പറയുമായിരുന്നു അവിടെ പൊന്നുണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം അതിന് പൊന്മുടി എന്ന പേര് വന്നതെന്ന്. പക്ഷേ വൈവിധ്യങ്ങൾ കൊണ്ട് നമ്മുടെ പൊന്മുടി പൊന്ന് തന്നെയാണല്ലേ. ഇപ്പോൾ ഒത്തിരി എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അവിടുത്തെ കാറ്റിന് ഒരു പ്രത്യേക ഒരു കുളിർമയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാഴ്ച ഇതിവിടെ നിന്ന് സ്റ്റാർട്ട് ആവാണ് കേട്ടോ. എനിക്ക് മിസ്റ്റ് ഏകദേശം ഒരു 5ാമത്തെ ഹെയർ പിന്ന് കയറുമ്പം തന്നെ നമുക്ക് തുടങ്ങി കേട്ടോ. അത്രയ്ക്ക് നല്ല ഒരു കാലാവസ്ഥ. നിങ്ങൾ എൻ്റെ ഈ വാചകം കേട്ട് ബോറടിക്കേണ്ട, കണ്ടേക്ക് കേട്ടോ. അടിപൊളിയാണ്. You're only one. You choose it, don't lose it, don't let confuse it. Only then you'll be gone. Feel like that. Feel like that. Your shining star, giving, receiving, changing, believing. Only then we could start. Feel like that. Feel like that. Feel like that. Feel like
ഇതുപോലൊരു മഞ്ഞ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പൊന്മുടിയിൽ കൊടൈക്കനാൽ ഊട്ടിയൊക്കെ ഓക്കെ, പൊന്മുടിയിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഒരാൾ പിന്നെ സമയം ചെല്ല് വീണ്ടും മഞ്ഞ് അങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയായിരുന്നു. നമ്മൾ ഏകദേശം 3.5 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തുള്ളൂ. പിന്നെ മക്കൾക്ക് ചെറിയ ചാറ്റൽ മഴയുള്ളതുകൊണ്ട് പനി വല്ലതും വന്നാലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് വരികയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തണം. ഇതെൻ്റെ ഇക്കാടെ വാപ്പായാണ് കേട്ടോ, ഇക്കാടെ ഉമ്മ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഫ്ലാസ്കിൽ ഇഞ്ചിയൊക്കെ ഇട്ട് നല്ല കട്ടൻ ചായയൊക്കെ ഇട്ടുകൊണ്ടുവന്നു. അവിടെ കാറിനകത്തിരുന്ന് കുടിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇവിടെ KSRTC ബസ്സൊക്കെ ഉണ്ട് കേട്ടോ. ബസ്സിൽ വരാമെന്നുള്ളവർക്ക് ബസ്സിൽ വരാം. പിന്നെ ഇത് പൊന്മുടി സന്ദർശിക്കാനെത്തിയ അവിടെയുള്ള ചെറുപ്പക്കാരന്മാരായ പയ്യന്മാരെ വെച്ച് ജനമൈത്രി പോലീസ്, പൊന്മുടി ജനമൈത്രി പോലീസ് സംഘടിപ്പിച്ച ഒരു ബൈക്ക് റാലിയാണ്. അതായത് മയക്കുമരുന്നിന് എതിരായിട്ടുള്ള ഒരു ചെറിയ ബോധവൽക്കരണ റാലി. അപ്പോൾ അവിടെ സന്തോഷത്തിൽ പയ്യന്മാരെയും പെൺപിള്ളേരെല്ലാവരും കൂടെ ഉൾപ്പെടുത്തിയുള്ള ഒരു റാലിയായിരുന്നു. നിങ്ങൾ നല്ല മനസ്സോടെ സ്വീകരിക്കണം. കാരണം കണ്ടോ, ഈ പ്ലാസ്റ്റിക്കിൽ ശേഖരിക്കുന്ന അവിടുത്തെ തൊഴിലാളികളാണ് കേട്ടോ. അവരവിടെ നിയമിച്ചിരിക്കുന്ന തൊഴിലാളികളാണ്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് ഹെയർ പിൻ ഫസ്റ്റ് തുടങ്ങുന്നത് മുതലേ അവരെ ഇതുപോലെ കുറേ ആൾക്കാരെ അവിടെ നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ കവറും കൊണ്ട് നടന്ന് അവർ ശേഖരിക്കുകയാണ്. അപ്പോൾ ഇപ്രാവശ്യം പോയപ്പോഴുണ്ടായത് കാരണം എന്ത് നീറ്റ് ആൻഡ് ക്ലീനായിട്ട് കിടപ്പുണ്ട്. എല്ലാവരും അപ്പോഴപ്പോഴായിട്ട് എല്ലാം ക്ലീൻ ആക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഭാഗത്ത് നമ്മൾ ചെയ്യാനുള്ളത്, നമ്മളതിനെ അങ്ങനെ അലക്ഷ്യമായിട്ട് പ്ലാസ്റ്റിക്കുകളും ചവറുകളൊന്നും ഇടരുത് കേട്ടോ. അപ്പോൾ ഈ പ്ലാസ്റ്റിക്കുകൾ മറ്റുള്ള മൃഗങ്ങൾ അത് ഭക്ഷണമെന്ന് പറഞ്ഞ് കഴിക്കും. പ്രകൃതിക്കും അത് ദോഷമാണ്. ദയവ് ചെയ്ത് ആരും അങ്ങനെ ചെയ്യരുത് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ തന്നെ ഉണ്ടാക്കുന്ന തേയിലപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ 3 കവർ വാങ്ങിയായിരുന്നു. നമ്മൾ എല്ലാ പ്രാവശ്യം പോയാലും അവിടെ നിന്ന് വാങ്ങുന്നത് തേയിലപ്പൊടിയാണ്, നല്ല തേയിലപ്പൊടിയാണ്. പക്ഷേ നമ്മൾ സാധാരണ തേയിലപ്പൊടിയേക്കാളും ഒരു 1/2 സ്പൂൺ കൂടുതലിടണം. കുറച്ച് സമയം തിളയ്ക്കണം എന്നായേ ഉള്ളൂ. പക്ഷേ നല്ല മണമാണ്, എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ അവിടെ നിന്ന് മാങ്ങ, പേരയ്ക്ക, കമ്പിളി നാരങ്ങ, പിന്നെ ഉപ്പിലിട്ട നാരങ്ങ, ഇതെല്ലാം വാങ്ങിയിട്ട് ഇതൊക്കെ നമുക്ക് വല്ലപ്പൊരിക്കൊക്കെ നല്ല നാടൻ സാധനങ്ങളാണ്. അതുകൊണ്ട് വിലയും നോക്കിയില്ല, നമ്മൾ വാങ്ങി. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ പൊന്മുടി ട്രിപ്പ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ലൈക്കും കമൻറ്റും എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, മറക്കരുത്. എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ റെയിൻബോ പ്ലാനർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, താങ്ക് യു.